ഈ കാലം മോശമാണെന്നും പഴയ കാലം നല്ലതാണെന്നും പറയുന്നത് എല്ലാ കാലത്തെയും ഒരു സ്വഭാവമാണ്. ഭാവിയിലും ആളുകൾ നിങ്ങളും അങ്ങനെ പറഞ്ഞേക്കാം, പക്ഷെ പറയരുത്. ഒരു പഴയ കാലവും പുതിയ കാലത്തേക്കാൾ നല്ലതല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പഴയ കാലങ്ങളെക്കുറിച്ചുള്ള പഴംപുരാണ പറച്ചിലുകളെയൊന്നും നിങ്ങൾ ജീവിതത്തിൽ മുഖവിലക്കെടുക്കരുത് എന്നാണ് പുതിയ തലമുറയോട് എനിക്ക് ആദ്യമായി പറയാനുള്ളത്. നിങ്ങളുടെ കാലം, ഏതു തലമുറയുടെയും കാലം, പുതിയ തലമുറയുടെ കാലം പഴയ തലമുറയുടെ കാലത്തേക്കാൾ നല്ലതാണ്. തീർച്ചയായും നാം യുദ്ധങ്ങളെക്കുറിച്ചും സംഘർഷങ്ങളെക്കുറിച്ചും വൈരാഗ്യങ്ങളെക്കുറിച്ചും വർഗീയതയെക്കുറിച്ചും എല്ലാം കേൾക്കുന്നുണ്ട്. പക്ഷെ അതെന്തെല്ലാം നമ്മൾ കേൾക്കുന്നുണ്ടോ, അത് എത്ര യൂണിറ്റാണോ അതിൻ്റെ എത്രയോ ഇരട്ടി യൂണിറ്റിൽ അതിനെതിരായ വികാരങ്ങളും ഉണ്ട് എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. യുദ്ധമുണ്ടെങ്കിൽ സമാധാനത്തിൻ്റെ ശക്തികൾ യുദ്ധത്തിൻ്റെ ശക്തികളെ കവച്ചു വയ്ക്കുന്ന കാലമാണിത്. വർഗീയതയുടെ ശക്തികളുണ്ടെങ്കിൽ മതസൗഹാർദ്ദത്തിൻ്റെ ശക്തികൾ വർഗീയതയെ തോൽപ്പിക്കുമെന്നുറപ്പുള്ള ഒരു കാലമാണ് ഇത് എന്ന് തന്നെയാണ് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. മനുഷ്യനോടുള്ള വെറുപ്പിൻ്റെ ശക്തികൾ എത്ര ശക്തമാണെങ്കിലും മനുഷ്യ സ്നേഹത്തിൻ്റെ ശക്തികൾ വെറുപ്പിൻ്റെ ശക്തികളെ തോൽപ്പിക്കുമെന്ന കാര്യത്തിലും നിങ്ങൾക്ക് യാതൊരു സംശയവും വേണ്ട. അതുകൊണ്ട് ആത്മവിശ്വാസത്തോടുകൂടി തല ഉയർത്തിപ്പിടിച്ച് ഞങ്ങൾ ഏറ്റവും നല്ല കാലത്തിൻ്റെ വാതിക്കൽ നിൽക്കുകയാണ് എന്ന വിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോകാൻ ഈ കലാലയത്തിലെ വിദ്യാർത്ഥിനികളോടും കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥി സമൂഹത്തോടും ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ ബിരുദ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ഒരു വാക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം. മുൻപുണ്ടായിരുന്ന ബിരുദ വിദ്യാഭ്യാസം ഏറ്റവും നല്ലതായിരുന്നു എന്ന് ഞാനും പറയുന്നത് ശരിയല്ല. അതിനും ധാരാളം കുറവുകൾ ഉണ്ടായിരുന്നു. പല പരീക്ഷണങ്ങൾ നടക്കുന്നുണ്ട് ബിരുദ വിദ്യാഭ്യാസത്തിൽ. ഇന്നിപ്പോൾ ഈ കോളേജിലും കേരളത്തിലെ ഇതര കോളേജുകളിലും സർവകലാശാലകളിലെല്ലാം 4 വർഷത്തെ കോഴ്സുകൾ നിലവിൽ വന്നിരിക്കുകയാണ്. ഒരു വ്യക്തി എന്നുള്ള നിലയിൽ, ഞാനൊരു മന്ത്രി എന്നുള്ള നിലയിൽ മാത്രമല്ല സംസാരിക്കുന്നത്. വളരെ കുലങ്കഷമായ വിഷയത്തെക്കുറിച്ച് നാം പഠിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ബഹുമാന്യനായ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഇവിടെ നന്നായി പഠിച്ചുവെന്ന് മാത്രമല്ല, ഇന്ത്യയുടെ ഏറ്റവും നല്ല വിദ്യാലയങ്ങളിൽ ഏറ്റവും നന്നായി പഠിച്ച ഒരു വിദ്യാർത്ഥിയാണ് എന്നത് തീർച്ചയായും നമുക്ക് അഭിമാനകരമാണ്. അദ്ദേഹത്തിന് എന്നേക്കാൾ കൂടുതൽ അതറിയാം. അദ്ദേഹം പഠിച്ച ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ, അല്ലെങ്കിൽ ഡൽഹിയിലെ യൂണിവേഴ്സിറ്റികളിൽ കഴിഞ്ഞ വർഷം തന്നെ 4ാം വർഷത്തെ ക്ലാസ്സുകളിൽ കുട്ടികൾ കുറവാണ് എന്ന വിഷയം ചർച്ച ചെയ്യപ്പെട്ട് കഴിഞ്ഞു. കേരളത്തിലാകട്ടെ 3 വർഷ കോഴ്സുകൾ നിലനിൽക്കുന്ന ക്ലാസ്സുകളിൽ മിക്ക പ്രധാനപ്പെട്ട തെക്കൻ കേരളത്തിലെ കലാലയങ്ങളിലും സയൻസ് ക്ലാസ്സുകളിൽ കുട്ടികളില്ല എന്ന ഒരു വിഷയം ഒരു പൊതുപ്രവർത്തന എന്ന രീതിയിൽ ഞാൻ ധാരാളം ശ്രദ്ധിച്ചിട്ടുണ്ട്. മലബാറിലേക്ക് അത് പൂർണ്ണമായും എത്തിച്ചേർന്നിട്ടില്ല. മധ്യ തിരുവിതാംകൂറിൽ വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും ശക്തി കേന്ദ്രമായിരുന്ന ഇന്നത്തെ ഗാന്ധി യൂണിവേഴ്സിറ്റി മേഖലയിലെ പ്രശസ്തമായ പല കോളേജുകളും ശാസ്ത്ര വിഷയങ്ങൾ നിർത്തിയിരിക്കുകയാണ്. അവർക്കിനി കുട്ടികളില്ലാത്തത് കൊണ്ട് തുടർന്നു പോകേണ്ടതില്ല എന്നവർ പറയുന്നു. ഒരു ഗൗരവമായ ഒരു സ്ഥിതിവിശേഷമാണത്. ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയും അദ്ദേഹത്തിന് പറ്റിയ ഒരു ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറിയും അതേപോലെ തന്നെ കോളേജ് ഡയറക്ടറുമെല്ലാം ഇവിടെ ഉണ്ട്. അവരതെല്ലാം ആലോചിക്കുമെന്ന് ഞാൻ കരുതുകയാണ്. നിങ്ങളും അത് ആലോചിക്കണം. 4ാം വർഷം ഈ കോളേജിൽ, വിമൻസ് കോളേജിൽ കുട്ടികൾ കുറവാണോ കൂടുതലാണോ എന്നൊക്കെ നമുക്ക് കണക്കുകൾ കിട്ടാൻ പോകുന്നേ ഉള്ളൂ. എന്തായാലും ശരി, ആഴത്തിലുള്ള പഠനം നമുക്ക് ഒഴിവാക്കി മുന്നോട്ട് പോകാൻ സാധ്യമല്ല. ബഹുമാന്യനായ ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്ന കാലത്ത് തുടങ്ങിയ 4 ഓണേഴ്സ് കോഴ്സുകളിൽ ഒന്ന് ഈ കോളേജിലാണ് തുടങ്ങിയത്. അത് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലായിരുന്നു. അത് തുടങ്ങുന്നതിൽ അന്ന് പ്ലാനിംഗ് ബോർഡിലെ അംഗം എന്ന നിലയിൽ ചെറുതല്ലാത്ത ഒരു പങ്ക് വഹിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. എന്തായാലും അതിനെക്കുറിച്ചെല്ലാം പഠിക്കട്ടെ, ഏതായിരുന്നു ശക്തമായ കോഴ്സുകളെന്ന് മനസ്സിലാക്കട്ടെ.
ഞാനൊരു വാദപ്രതിവാദത്തിനല്ല, മറിച്ച് അണ്ടർ ഗ്രാജുവേഷൻ എന്നത് ആഴത്തിൽ പഠിക്കാനുള്ള ഇടമാണ്. വളരെ ആഴത്തിൽ, ഏറ്റവും ആഴത്തിൽ ഒരു സബ്ജക്റ്റ് പഠിക്കേണ്ടത് അണ്ടർ ഗ്രാജുവേഷനിലാണ്. അണ്ടർ ഗ്രാജുവേഷൻ കോഴ്സിലിട്ട അടിത്തറയിലാണ് തുടർന്ന് അങ്ങോട്ടുള്ള പഠനം മുന്നോട്ട് പോകേണ്ടത്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളെല്ലാം വിശദമായി ചർച്ച ചെയ്യട്ടെ. അതോടൊപ്പം തന്നെ കലയും സാഹിത്യവും ആഹ്ലാദങ്ങളും ആരവങ്ങളും ഉത്സവഛായയുമെല്ലാം ഒരു കലാലയത്തിന് ഒഴിച്ചുകൂടാനാവാത്ത കാര്യമാണ്. എന്തായാലും നമുക്ക് നല്ല കലാലയങ്ങൾ ഉണ്ടാക്കാം, കലാലയങ്ങളിൽ നല്ല സംസ്കാരം ഉണ്ടാക്കാം. നമ്മുടെ കലാലയങ്ങളിൽ ദൗർഭാഗ്യവശാൽ റാഗിംഗ് പോലുള്ള ചീത്ത സംസ്കാരത്തിൻ്റെ ഇഴജന്തുക്കൾ എങ്ങനെയോ കയറി വന്നത് നമുക്ക് ഓർമ്മയുണ്ട്. ഈ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാരണവശാലും അത്തരത്തിലുള്ള വൈകൃതങ്ങൾ ഒരു കലാലയത്തിലും വെച്ചു പൊറുപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് ഉറപ്പിച്ചു തന്നെ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിനെ വിദ്യാർത്ഥി സമൂഹം ചെറുത്തു തോൽപ്പിക്കണം. പോലീസ് ഓഫീസറുടെ പണിയല്ല. നല്ല സംഘബോധമുള്ള സഹപ്രവർത്തകരോടും സഹപാഠികളോടും സ്നേഹം മാത്രം ഉള്ള ഒരു വലിയ വിദ്യാർത്ഥി സമൂഹം നമുക്കുണ്ട്. അവരതിനെ ചെറുത്തു തോൽപ്പിക്കണം. അങ്ങനെ ചെറുത്തു തോൽപ്പിക്കുന്ന വിദ്യാർത്ഥി സമൂഹത്തെ സഹായിക്കുവാൻ ഇതര സംവിധാനങ്ങളും ഒരുങ്ങി നിൽക്കണം എന്നുകൂടി മാത്രം പറഞ്ഞുകൊണ്ട്, ഒരു നല്ല ക്യാമ്പസ്, നല്ല സംസ്കാരമുള്ള ക്യാമ്പസ്, ആഴത്തിൽ വിജ്ഞാനം ഉള്ള ഒരു ക്യാമ്പസ്, വിജ്ഞാനം തൂവി നടക്കുന്ന ഒരു ക്യാമ്പസ് അതായി മാറട്ടെ നമ്മുടെ എല്ലാ കലാലയങ്ങളും എന്ന് ആശംസിച്ചുകൊണ്ട്, ഈ വിജ്ഞാന ശേഖരണ യജ്ഞത്തിൻ്റെ ഈ വലിയ സമുദ്രത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്ന നിങ്ങൾക്ക് ഭാവിയിൽ എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.